സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ വൈസ് പ്രസിഡന്റ് ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദ് കോട്ടമല ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ, മറ്റു ഈ വേദിയെ സമ്പന്നമാക്കിയ വിശിഷ്ടരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ വിവിധ പോഷക ഘടകങ്ങളുടെയും SKISSFൻ്റെയും ഒക്കെ സമുന്നതരായ സാരഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ദീർഘകാലത്തെ അധ്വാനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഫലപ്രാപ്തിയാണ് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ ജില്ലാ സമ്മേളനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിലേക്ക് പ്രാസ്ഥാനികമായുള്ള ഒരു ഒരുക്കം കൂടിയാണ് ഈ മഹത്തായ സമ്മേളനം എന്നതിൽ തർക്കമില്ല. നേർവഴിയുടെ സത്യസാക്ഷ്യം എന്ന പ്രമേയമാണ് ഈ സമ്മേളനത്തിൻ്റെ ശീർഷകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിൻ്റെ മുസ്ലിം മുഖ്യധാരയെ ശരിയുടെ വഴിയിലൂടെ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ വഴി നടത്തിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് നമ്മുടെ മഹത്തായ സംഘടന അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്. നേർവഴിയുടെ സത്യസാക്ഷ്യം എന്നതൊരു അവകാശവാദമല്ല, അതൊരു യാഥാർത്ഥ്യത്തെ ജനങ്ങളോട് വിളിച്ചറിയിക്കലാണ്. സാധാരണ സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അവകാശവാദങ്ങളുമായിട്ടാണ് ജനങ്ങളെയും അവരുടെ അഭിസംബോധിതരെയും സമീപിക്കാറുള്ളത് എങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക ഘടകങ്ങൾക്കും അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നത് ഒരു നൂറ്റാണ്ടുകാലത്തെ സത്യസാക്ഷ്യത്തിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ നിലപാടുകളും എന്തുകൊണ്ട് ശരിയായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് അനേകം ബൗദ്ധികമായ ഉത്തരങ്ങളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് സമസ്തയായിരുന്നു ശരി, അടുത്ത നൂറ്റാണ്ടിലേക്കും സമസ്ത തന്നെയാണ് ശരി എന്ന് വരും തലമുറകളോട് നമ്മൾ സംവദിക്കുന്നത് നമ്മുടെ 100 കൊല്ലത്തെ ചരിത്രത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. 100 വർഷത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതിയെയും വളർച്ചയെയും സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അടുത്ത 100 വർഷത്തേക്ക്, അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഒരു ജനസഞ്ചയത്തെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾ, സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള വേലിയേറ്റങ്ങൾ അത് പരിശോധിച്ചാൽ ഒരു ഏക മനോഭാവത്തോടുകൂടി ഒരു ഏകീകൃതമായ ഒരു നേതൃത്വത്തിൻ്റെ കീഴിലായിട്ടുള്ള ഒരു പുരോയാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ലോകത്ത് മിക്ക ഇസ്ലാമിക പ്രവിശ്യകൾക്കും സാധ്യമായിട്ടില്ല. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ ഉസ്മാനി ഖിലാഫത്തിൻ്റെ തകർച്ചയോടുകൂടി മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു നേതൃശൂന്യത നമ്മൾ അനുഭവിച്ചിരുന്നു. ആ നേതൃശൂന്യതയെ മറികടക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്ന മെക്കാനിസങ്ങളാണ് പ്രയോഗവൽക്കരിക്കപ്പെട്ടത്. പലതും പരീക്ഷണങ്ങളായിരുന്നു. പല രാജ്യങ്ങൾക്കും അവിടെ ഇസ്ലാമികമായ സമൂഹങ്ങൾക്ക് അധികാരവും അവർക്ക് വൈജ്ഞാനികവും സാംസ്കാരികവുമായ എല്ലാ പവറും അവരുടെ കൈകളിലുണ്ടായിട്ട് പോലും ആ സമൂഹത്തെ സ്ഥിരതയോടുകൂടി നയിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. എത്ര പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു വന്നത്. ചില ആളുകൾ പറഞ്ഞു, ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് തകർക്കപ്പെട്ടത് നമ്മൾ പുതിയ കാലത്തിൻ്റെ ആധുനികതയോട് കൃത്യമായി സമരസപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആളുകളുണ്ടായിരുന്നു. മറുഭാഗത്ത് ഇസ്ലാം രാഷ്ട്രീയമായി ദുർബലപ്പെട്ടു പോയതുകൊണ്ടാണ് നമുക്ക് നേതൃശൂന്യത അനുഭവിക്കുന്നത്, രാഷ്ട്രീയമായി സംഘടിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു.
പല അർത്ഥത്തിൽ പല കോണുകളിൽ നിന്നുള്ള ചിന്താധാരകളുടെ പ്രതിഫലനങ്ങളാണ് പല രാജ്യങ്ങളിലും ഇസ്ലാമിന്റെ പേരിൽ സംഘടനകളായും സംഘങ്ങളായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു വന്നത്. പക്ഷേ പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളും ഇടപെടലുകളുമൊക്കെ അതിവൈകാരികതയുടെ പ്രകടനങ്ങളാണ് എന്ന് ചരിത്രം വിധിയെഴുതി. ആ നാടുകൾ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ ആ ഖിലാഫത്തിന്റെ തകർച്ചയുടെ സമയത്ത് ഇവിടെ ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ശൂന്യത, ലോക മുസ്ലിങ്ങൾ അനുഭവിച്ച ശൂന്യതയെ മലബാറിലെ മുസ്ലിമീങ്ങളും കേരളത്തിലെ മുസ്ലിമീങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ആ ശൂന്യതയിലേക്ക് അവർക്ക് ഉത്തരം കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. ഏതാണ് ഇനി നമ്മൾ സ്വീകരിക്കേണ്ട, 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ സ്വീകരിക്കേണ്ട ശരി ഏതാണെന്ന ചോദ്യത്തിന്റെ മുമ്പിലേക്ക് വൻകിട രാജ്യങ്ങളും ഇസ്ലാമിക ശക്തികളും ഒക്കെ പലയിടങ്ങളിലും അവർ പല ഉത്തരങ്ങൾ നൽകിയപ്പോൾ, ഭൗതികതയുടെ ഉത്തരങ്ങൾ നൽകിയപ്പോൾ, ആത്മീയതയുടെ ഒരു തണലിലൂടെ, ആത്മീയതയുടെ വൃക്ഷത്തണലിലൂടെ ഈ സമൂഹത്തെ കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഈ മുസ്ലിം സമൂഹത്ത് പുതിയ നൂറ്റാണ്ടിന്റെ ശരിയുത്തരമെന്ന് പറഞ്ഞു കൊടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെ സാധ്യമായി എന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 100 കൊല്ലം എന്തൊക്കെ മാറ്റങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. സാംസ്കാരികമായ എന്തൊക്കെ വേലിയേറ്റങ്ങൾ ഉണ്ടായി, സാമൂഹികമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1920-കളിൽ ഏതായിരുന്നോ കേരളത്തിന്റെ മുസ്ലിം മുഖ്യധാരയെങ്കിൽ, കേരളത്തിന്റെ മുഖ്യധാര നേതൃത്വം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരായിരുന്നുവെങ്കിൽ അതേ നേതൃത്വം തന്നെയാണ്, അതേ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇന്നും കേരളത്തിന്റെ മുസ്ലിം മുഖ്യധാരയെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1920-കളുടെ സാഹചര്യം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അത്ര ശുഭകരമായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു വന്ന പുതിയ ഇസ്ലാമിക ശക്തികൾ, ആ ഇസ്ലാമിക ശക്തികൾക്ക് വേണ്ടി, ആ ഇസ്ലാമിക ചിന്താധാരകൾക്ക് വേണ്ടി എല്ലാ സന്നാഹങ്ങളും ഒരുക്കപ്പെട്ട ഒരു കാലമായിരുന്നു 1920-കൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ മലബാർ സമരം, ഈ മലപ്പുറത്ത് മലബാർ സമരം നടന്ന കാലഘട്ടമാണ്. ആ മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ശരിയായ മതം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ശരിയായ മതത്തിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അന്ന് മലപ്പുറത്തൊരു ട്രെയിനിങ് കോളേജ് ആരംഭിച്ച് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ശരിയായ മതം പഠിപ്പിക്കുവാൻ പുതിയ ഒരു ട്രെയിനിങ് കോളേജ് രൂപീകരിക്കപ്പെടുകയുണ്ടായി. അന്ന് ആ ട്രെയിനിങ് കോളേജിലേക്ക് മലപ്പുറത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൊല്ലമാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ശരിയായ മതം പഠിപ്പിക്കണമെന്ന് ബ്രിട്ടീഷുകാർ താല്പര്യപ്പെടുകയാണ്. അത് പഠിപ്പിക്കാൻ അവർ ആരെയാണ് നിയോഗിച്ചത്? മലബാറിന്റെ കേരളത്തിന്റെ മുസ്ലിം ഡയറക്ടറി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കെ കരീം സാറിനെ പോലെയുള്ള പ്രഗത്ഭർ എഴുതി വെക്കുന്നത്, അന്ന് മലബാറിലെ ട്രെയിനിങ് കോളേജിൽ, മലപ്പുറത്തെ ട്രെയിനിങ് കോളേജിൽ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന മതം പഠിപ്പിക്കാൻ അവർ തെരഞ്ഞെടുത്തത് ആദ്യകാലത്ത് മുജാഹിദ് നേതാവായി പിന്നീട് ഒരു മതയുക്തിവാദത്തിന്റെ കോണിലൂടെ സഞ്ചരിച്ച CN അഹമ്മദ് മൗലവിയെയും പുളിക്കൽ മുഹമ്മദ് മൗലവിയെയുമായിരുന്നു. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് അവരാഗ്രഹിക്കുന്ന ഒരു മതം പഠിപ്പിക്കാൻ മുജാഹിദ് നേതാക്കന്മാരെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത്? അവർക്കറിയാമായിരുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്ന മതനവീകരണത്തിന്റെ ഐഡിയോളജിയെ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന മോഡേണിസത്തിലൂടെ വാർത്തെടുക്കപ്പെട്ട ഒരു ഇസ്ലാമിക് ഐഡിയോളജിയെ ഈ നാട്ടിൽ അവതരിപ്പിക്കുവാൻ സജ്ജമാകുന്നത്, അതിന് വേണ്ട ദൈക്ഷണികമായ പിന്തുണയുള്ളത് ഇവിടുത്തെ വഹാബി മൂവ്മെന്റുകൾക്കാണ് എന്ന് അവർക്കറിയാമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ പോയിട്ട്, ഗവൺമെന്റിന്റെ വേദി പോയിട്ട്, ഗവൺമെന്റ് എല്ലാ അർത്ഥത്തിലും ആ കാലഘട്ടത്ത് നമ്മുടെ നാട്ടിലെ മലബാറിലെ മുസ്ലിങ്ങളുടെ നേതൃത്വമായ സുന്നി സൂഫി ഉലമാഇനെയും സാദാത്തുക്കളെയും ഒക്കെ പിന്തിരിപ്പിക്കുകയും അവരുടെ മഖാമുകൾ പൊളിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടി അവരാഗ്രഹിക്കുന്ന മതനവീകരണത്തിന്റെ ഐഡിയോളജിയെ പറഞ്ഞുകൊടുക്കാൻ ഗവൺമെന്റ് ഇവിടെയുള്ള നവീകരണവാദികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. 1920-കൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങളിലേതുമെന്നുപോലെ ഇസ്ലാമിക് മോഡേണിസത്തിന്റെ ആശയത്തെ സ്വീകരിക്കുന്ന മതനവീകരണത്തിന്റെ വക്താക്കൾക്ക് മാത്രം എല്ലാ പിന്തുണയും ലഭിക്കുന്ന കാലമായിരുന്നു. അവർക്ക് വേണ്ടി ഭൂമി, അവർക്ക് വേണ്ടി സമ്പത്ത്, അവർക്ക് വേണ്ടി വിഭവങ്ങൾ, അവർക്ക് വേണ്ടി രാഷ്ട്രീയമായ സന്നാഹങ്ങൾ, ഇതെല്ലാം നൽകപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. ഒരു ചരിത്രകാരന്റെ കോണിലൂടെ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഒരു നരവംശ ശാസ്ത്രജ്ഞന്റെ കോണിലൂടെ പരിശോധിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉലമാക്കൾക്ക് ആ കാലഘട്ടത്തിൽ ആദർശപരമായി വിജയിക്കുവാൻ നമ്മുടെ ഉലമാക്കൾക്ക് സാധ്യമാകുമായിരുന്നില്ല. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗം ശൈഖുന MV ഇസ്മായിൽ ഉസ്താദ് അവർകൾ നമ്മുടെ ഈ മഹത്തായ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ഞാൻ പറഞ്ഞു വന്ന കാര്യം, ആ കാലഘട്ടത്തിൽ ചരിത്രപരമായ കോണിലൂടെ പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ നയിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും അടുത്ത ഒരു നൂറ്റാണ്ടിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ട ദൈക്ഷണിക നേതൃത്വം നൽകുക എന്ന് കരുതപ്പെട്ടത് അന്നത്തെ ഇസ്ലാമിക് മോഡേണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരു മതപരിഷ്കരണവാദിയായിട്ടാണ് അറിയപ്പെട്ടത്, സാമൂഹിക പരിഷ്കർത്താവായിട്ട് അറിയപ്പെട്ടത്. കേരളത്തിൽ ഭൗതിക മണ്ഡലത്തിൽ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിറകിൽ കേരളത്തിന്റെ മുസ്ലിം ജനസാമാന്യം സംഘടിച്ചില്ല? 1920കളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവനന്തപുരത്ത് ഒരു മുസ്ലിം ജനമഹാസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി പറഞ്ഞത്, നമ്മളുടെ മുസ്ലിം പള്ളികളിൽ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർ അവർ ഭൗതികമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരിക്കണം. അതോടൊപ്പം നമ്മുടെ പള്ളികളിൽ നടത്തുന്ന ഖുത്ബകൾ മലയാളത്തിലായിരിക്കണം. അതുപോലെ മതത്തിന്റെ പുതിയ നവീകരിക്കപ്പെട്ട ആശയങ്ങളെ ആധുനികവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കണം. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടാവുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷെ മുസ്ലിം സമൂഹം അദ്ദേഹത്തിന്റെ പിറകിൽ പോയില്ല. അന്ന് ഗവൺമെന്റിന്റെ സജീവ ഒത്താശകൾ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഭൗതികമായ ആശയങ്ങളെ പറയുന്ന മതത്തിന്റെ വാക്താക്കൾക്കായിരുന്നു. ആ കാലഘട്ടത്തിൽ മലബാറിൽ സമരം നടക്കുന്ന കാലത്ത്, മലബാറിൽ വലിയ പിന്നോക്കം നിൽക്കുന്ന കാലത്ത്, അന്ന് തിരുവിതാംകൂർ രാജാവിന്റെ കീഴിലേക്ക് പോയി അന്ന് കൊച്ചിയിലെയും അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള തിരുവിതാംകൂർ രാജാവിന്റെ വലിയ സൗകര്യങ്ങളെ, സാമ്പത്തികമായ വിഭവ സമാഹാരങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് സാധ്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ അന്ന് തിരുവിതാംകൂർ രാജാവ് ക്രൈസ്തവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും വേണ്ടി ധാരാളം ഭൂമികൾ ദാനമായി കൊടുത്തിരുന്നു. അന്ന് ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി കൊടുത്ത ദാനഭൂമിയിലാണ് ഇന്ന് ആലുവയിലെ UC കോളേജ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അന്ന് സമാനമായി ഏക്കറ കണക്കിന് ഭൂമികൾ അന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ പ്രദേശത്തെ ഒരു മുസ്ലിം നേതാവായി, സാമൂഹിക പരിഷ്കർത്താവായിട്ട് കടന്നു വരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നൽകിയിരുന്നു. പക്ഷെ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല അദ്ദേഹം ആ ഭൂമിയെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു മദ്രസയെങ്കിലും, ഒരു കെട്ടിടമെങ്കിലും, ഒരു മതവിജ്ഞാന കേന്ദ്രമെങ്കിലും ഉണ്ടാക്കിയതായിട്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഭൗതികമായ സകല സന്നാഹങ്ങളും ഇവിടുത്തെ ബിദഈകൾക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിന്റെ നടുവിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. അന്ന് രൂപീകരിക്കപ്പെടുമ്പോൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന് പറയാൻ, സമസ്തയുടെ ആലിമീങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടത്ര ഭൗതികമായ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. കെട്ടിടങ്ങളില്ല, ബിൽഡിങ്ങുകളില്ല, സ്ഥാപനങ്ങളില്ല, മാസികകളോ വാരികകളോ ഇല്ല. മനോഹരമായ ഭാഷ വൈപുല്യത്തോടുകൂടി സംസാരിക്കാനുള്ള ശേഷിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ പൊതുസമൂഹം, മുസ്ലിം സമൂഹം അവരെ വിശ്വസിക്കുകയായിരുന്നു. അവർ വിളിക്കുന്നിടത്തേക്ക് വരികയാണ്. സമസ്ത ഒരു വിദ്യാഭ്യാസ കേന്ദ്രമെന്ന ആശയത്തെ ആദ്യമായി ജനകീയമായി പരിചയപ്പെടുത്തിയത് 1950കളിലാണ്. 1951ലാണ് ആദ്യത്തെ മദ്രസ സമസ്തയുടെ പേരിൽ രൂപീകരിക്കപ്പെടുന്നത്. 26 രൂപീകരിക്കപ്പെട്ട് 25 കൊല്ലം കഴിഞ്ഞ് 51ൽ മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് വരെ നമ്മുടെ ഉലമാഇന്റെ പിറകിൽ ഈ നാട്ടിലെ പൊതുസമൂഹം കൂടിയത് കെട്ടിടങ്ങളുടെ വലുപ്പം കണ്ടുകൊണ്ടോ അവരുടെ ഭാഷണത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടോ അല്ല. ഞങ്ങൾ 13 നൂറ്റാണ്ട് കാലം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആദർശത്തിന്റെ പൈതൃകത്തെ, വിശ്വാസപരമായ സുരക്ഷിതത്തെ, ഞങ്ങൾക്കൊരു മതപരമായ സുരക്ഷിതത്വം ഉണ്ടാക്കി തരാൻ ഈ ഉലമാഇന് മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവിന്റെ പുറത്താണ്. ആ ഉലമാഇന്റെ കയ്യിൽ അന്ന് പണമില്ല, അവർ ശൂന്യമാണ്. ഒരുമിച്ചൊന്നിരിക്കാൻ ഒരു കെട്ടിടമോ ഒരു ആസ്ഥാനമോ ഇല്ല, ശൂന്യമാണ്. നമ്മുടെ ഉലമാഇന്റെ ആദ്യകാല മുശാവറ യോഗങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ പാത്രത്തിൽ അരി ദാനമായി സ്വീകരിക്കാൻ കോഴിക്കോട് വലിയങ്ങാടിയിലൂടെ നമ്മുടെ ആലിമീങ്ങൾ കടന്നുപോയ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ടും സാമ്പത്തികമായി ദുർബലപ്പെട്ടു പോയിട്ടുള്ള, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്നത്തെ ഭൗതികമായ ഒരു സന്നാഹങ്ങളും ഇല്ലാതിരുന്ന ആലിമീങ്ങളുടെ പിറകിൽ അന്നത്തെ പൊതുസമൂഹം ഞങ്ങളുടെ നേതൃത്വമായി ആലിമീങ്ങളെ കണ്ടത് ഭൗതികമായ ഒരു വിഭവങ്ങളുടെയും ഒരുക്കങ്ങളുടെയും സന്നാഹത്തിന്റെയും പിമ്പരത്തിലായിരുന്നില്ല. ഈ ഉലമാ മുന്നോട്ട് വെക്കുന്ന ആശയം, അത് ആദർശം, അത് 13 നൂറ്റാണ്ട് കാലത്തെ
സമുദായത്തെ പാരമ്പര്യത്തിന്റെ കെട്ടുറപ്പുള്ള ആദർശമായിരുന്നു എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ നാട്ടുകാർ 100 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹം അവർ ആഗ്രഹിച്ചത് ഭൗതികമായ സുരക്ഷിതത്വമായിരുന്നില്ല. ഒന്നാമതായി അവർ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വമായിരുന്നില്ല, സാമ്പത്തികമായ സുരക്ഷിതത്വമായിരുന്നില്ല. ഒന്നാമതായി അവർ ആഗ്രഹിച്ചിരുന്നത് മതപരമായ സുരക്ഷിതത്വമാണ്. മതപരമായ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളിലും ആളുകൾ അസൂയയോടുകൂടി കൊതിക്കുന്ന ഒരു വാക്കാണ്. മതപരമായ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പിറന്നു വീഴുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും അവൻ ജീവിക്കുന്ന കാലഘട്ടത്തോളം മതപരമായ മാർഗത്തെ ശരിയും തെറ്റുമേതെന്ന് വ്യവച്ഛേദിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മസംതൃപ്തിയോടുകൂടി ഓരോ രാത്രിയെയും കിഴിച്ചുകൂട്ടാൻ, ഓരോ ദിവസത്തെയും അസ്തമിപ്പിക്കുവാൻ സാധ്യമാകുന്ന ഒരു ആത്മവിശ്വാസമാണ് പലയിടങ്ങളിലും സാധ്യമാകാത്തതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാം വളരുന്നുണ്ട്, മുസ്ലിമീങ്ങൾ വളരുന്നുണ്ട്, പക്ഷെ അവർക്ക് മതപരമായ സുരക്ഷിതത്വം ഉണ്ടാകുന്നില്ല. എന്റെ ജീവിതത്തെ ഞാൻ മതപരമായിട്ട് എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്നതിനെ കുറിച്ച് വ്യവസ്ഥാപിതമായി ഒരു വിവരങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ള അതോറിറ്റികൾ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അത്തരം അതോറിറ്റികളിലേക്കുള്ള വഴികൾ സാധാരണക്കാർക്ക് കുറഞ്ഞു പോവുകയാണ്. അവിടെയാണ് കേരളത്തിലെ ഉലമാ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് ഓഫർ ചെയ്തു കൊടുത്തൊരു വാഗ്ദാനം. ആ വാഗ്ദാനം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുമെന്നായിരുന്നില്ല, നിങ്ങൾക്ക് ഭൗതികമായ സന്നാഹങ്ങളെ സജ്ജമാക്കി തരുമെന്നായിരുന്നില്ല. സമസ്ത രൂപീകരിച്ചപ്പോ അതിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രധാന ഉദ്ദേശ ലക്ഷ്യമായി രേഖപ്പെടുത്തി വെച്ചതുപോലെ എങ്ങനെയാണോ 13 നൂറ്റാണ്ടുകാലം ഈ നാട്ടിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ, അതിന്റെ ദീപശിഖ എങ്ങനെയാണോ കൈമാറ്റം ചെയ്യപ്പെട്ടത്, ആ ദീപശിഖയെ ഏത് കാറ്റിലും കോളിലും അത് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മതപരമായ സുരക്ഷിതത്വം, ആ ആത്മവിശ്വാസമാണ് ഉലമാ ഉണ്ടാക്കി കൊടുത്തത്. 26 രൂപീകരിക്കപ്പെട്ട് 51 ആകുമ്പോഴേക്ക് നമുക്ക് 17ഓളം സമ്മേളനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 26 കൊല്ലങ്ങൾക്കിടയിൽ 20ഓളം സമ്മേളനങ്ങൾ സമസ്തയുടെ. ആ സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്താണ്? ബഹുജന സാമാന്യത്തെ വിളിച്ചുകൂട്ടി അവരെ വിശ്വാസത്തിലെടുക്കുകയാണ്. ആ വിശ്വാസത്തിലെടുത്തതിന്റെ പിമ്പലത്തിലാണ്, ആ വിശ്വാസത്തിന്റെ പിമ്പലത്തിലാണ് 51 മുതൽ ജനകീയമായിട്ടുള്ള ഒരു മദ്രസ വിദ്യാഭ്യാസം എന്ന ഒരു ആശയത്തിന് ഇവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ലോകത്തെവിടെയും കാണാൻ സാധ്യമല്ലാത്ത ഒരു ആശയമാണത്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുക എന്ന ഒരു ആശയം. നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ 3.5 കോടിയോളം വരുന്ന പൊതുജനങ്ങളുണ്ട്. ആ പൊതുജനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കാൻ ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട്. ഇവിടെ ആ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം എത്രയാണ്? 15,000-ൽ പരം വിദ്യാലയങ്ങളാണ്. എത്ര പേർക്ക്? 3.5 കോടി മനുഷ്യർക്ക് വേണ്ടി 15,000-ൽ പരം വരുന്ന വിദ്യാലയങ്ങൾ. അതിൽ പകുതി വിദ്യാലയങ്ങളും പ്രൈവറ്റ് മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാലയങ്ങളാണ്. അതിന്റെ എല്ലാ വിഭവ സമാഹരണങ്ങളും അതിന്റെ വിനിയോഗവും പ്രൈവറ്റ് മാനേജ്മെന്റുകളാണ് നടത്തുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ 90 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങളാ കേരളത്തിലുള്ളത്. ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി സമസ്ത നടത്തുന്ന സമസ്ത എന്ന ഒരു സ്വകാര്യ ഏജൻസി ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. 90 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 12,000-ഓളം മദ്രസകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. 12,000-ഓളം മദ്രസകൾ കേരളത്തിലെ ധൈര്യസമേതം കേരളത്തിലെ ഏതൊരു രക്ഷിതാവിനും പറയാം, എന്റെ കുട്ടിക്ക് 5 വയസ്സായി കഴിഞ്ഞാൽ 5 വയസ്സിന്റെയും 15 വയസ്സിന്റെയും ഇടയിലുള്ള പ്രാഥമികമായിട്ടുള്ള മതവിദ്യാഭ്യാസം അവർക്ക് നഷ്ടപ്പെടില്ല എന്ന്. എന്തുകൊണ്ട്? സമസ്ത ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഏത് രാജ്യത്താണ്, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആ നാട്ടുകാർക്ക് പറയാൻ കഴിയുമോ? അവിടുത്തെ ഭരണകൂടത്തിന് പറയാൻ കഴിയുമോ? ഈ നാട്ടിലെ 15 വയസ്സുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രാഥമികമായ മതവിദ്യാഭ്യാസത്തെ ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടെന്ന് ഏതു രാജ്യത്തിനാ പറയാൻ കഴിയുക? ഇവിടെ GCC രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സദസ്സിലില്ലേ? നിങ്ങൾക്കറിയില്ല, പല GCC രാജ്യങ്ങളിലും 15ഉം 20ഉം കിലോമീറ്റർ ഓരോ ദിവസവും സഞ്ചരിച്ചിട്ട് സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ്? ഇങ്ങനൊരു വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ, മെക്കാനിസങ്ങൾ ആ രാജ്യങ്ങളിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ്. നമ്മുടെ ഉലമാഇന്റെ ദീർഘദൃഷ്ടി ഈ ഉമ്മത്തിന് കൊടുത്തത് മതപരമായ സുരക്ഷിതത്വമാണ്. നിങ്ങൾ ആലോചിക്കണം, എന്റെ കുട്ടിയെ നിസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. എന്റെ കുട്ടിക്ക് മതപരമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഞാൻ രക്ഷിതാവെന്ന എന്റെ ബാധ്യതയാണ്. നമ്മുടെ നാട്ടില് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന, ഈ വേദിയിലിരിക്കുന്ന മഹാന്മാരായ ഉലമാഇന്റെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചുമലിലേറ്റിയിരിക്കുന്നത്. അതിനേക്കാൾ വലിയ മറ്റെന്ത് ഉത്തരവാദിത്തമാണ് ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ഉലമാഇന്, നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് കൊടുക്കാൻ സാധ്യമാകുന്നത്? ആ
വിശ്വാസത്തിന്റെ പുറത്താണ് കഴിഞ്ഞ 75 കൊല്ലമായി കേരളത്തിൽ സമസ്ത പ്രവർത്തിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അറിയണം, 75 കൊല്ലത്തിനിടയിൽ 10,000-കണക്കിന് മദ്രസകളിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയില്ലേ? ലക്ഷക്കണക്കിന് അധ്യാപകർ അധ്യാപനം നടത്തിയില്ലേ? എവിടെയെങ്കിലും മതപരമായ വിദ്യാഭ്യാസത്തെ പറഞ്ഞു കൊടുക്കുന്ന ഈ 75 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഈ രാജ്യത്തിന് പരിക്കേൽക്കുന്ന, ഈ നാടിന്റെ സാമൂഹിക സൗഹൃദാന്തരീക്ഷത്തിന് പരിക്കേൽക്കുന്ന ഒരു വാചകം പോയിട്ട്, ഒരു സമീപനത്തിന്റെ പേരിൽ മുദ്ര കുത്തപ്പെട്ട ഒരു വിദ്യാലയം, ഒരു മെറ്റീരിയൽ, ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി 75 കൊല്ലത്തെ ചരിത്രത്തിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? സമസ്തയുടെ ഉലമാഇനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് സൂഫി ഇസ്ലാമിന്റെ സോഫ്റ്റ്വെയർ ആയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എന്നാൽ വിരലിലുണ്ടാവുന്ന വിദ്യാലയങ്ങൾ മാത്രമുള്ള കേരളത്തിൽ വിവിധ സംഘടനകൾ ഉണ്ടല്ലോ. പക്ഷേ ആ സംഘടനകൾക്ക് ഓരോന്നിനും ഈ രാജ്യത്ത് അത്തരത്തിലുള്ള ചില മോശപ്പെട്ട മുദ്രകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അവർ സ്വീകരിച്ചിട്ടുള്ള ഐഡിയോളജിയുടെ പ്രശ്നമായിരുന്നു. നമ്മുടെ ഉലമാ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഇവിടെ മതപരമായ സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണോ? സാമൂഹികമായ സുരക്ഷിതത്വം ഈ നാട്ടിൽ, ഈ രാജ്യം ഒരു സെക്കുലർ രാജ്യമാകുമ്പോൾ, ഒരു മതേതര രാജ്യമാകുമ്പോൾ സാമൂഹിക സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഈ രാജ്യത്തിന്റെ സൗഹൃദാന്തരീക്ഷമാണ് നമ്മുടെ സാമൂഹിക സുരക്ഷയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. അതിനുവേണ്ടി 100 കൊല്ലത്തിനിടയിൽ സമസ്ത നിർവഹിച്ചുള്ള പ്രവർത്തനങ്ങളെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്കാദമിക് പഠനത്തിന് വേണ്ടി വിധേയമാക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഒരു പണ്ഡിത നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ആലിമിന്റെ, ഒരു മുസ്ലിം പണ്ഡിതന്റെ എല്ലാ വേഷങ്ങളും ഭാഷയും എല്ലാ സ്വഭാവങ്ങളെയും മൗലികമായി സ്വീകരിച്ചുകൊണ്ടുള്ള ആലിമ്യങ്ങളാണ് നമ്മുടെ സദസ്സിലുള്ളത്. സമസ്തയുടെ ആലിമ്യങ്ങൾ ഒരു മതപണ്ഡിതന്റെ, മതമൗലികവാദി എന്നൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ആളുകളുടെ വേഷവും ഭാഷയും രീതിയും നടപ്പും ഒക്കെ സ്വീകരിക്കുമ്പോഴും നിങ്ങൾ നോക്കൂ, ഈ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾക്ക്, ഈ നാട്ടിലെ പൊതുപ്രവർത്തകരായ ആളുകൾക്ക്, പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വിശ്വാസപൂർവ്വം വന്നടുത്തിരിക്കാൻ, അവർക്കൊന്ന് തോളിൽ കയ്യിട്ടിരിക്കാൻ, അവർക്കൊന്ന് ഒരുമിച്ച് സൗഹൃദത്തിന്റെ പേരിൽ കയ്യൊന്ന് ഉയർത്തിപ്പിടിക്കാൻ ധൈര്യമുള്ളത് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാണെന്ന് പരിശോധിച്ചാൽ മതി. ഈ ഉലമാഇനെ മതമൗലികതയുടെ അടയാള മുദ്രകൾ സൂക്ഷിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിന്റെ അടയാള മുദ്രകളെ കൂടെ കൊണ്ടു നടക്കാൻ അവർക്ക് സാധ്യമായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യ ഇസ്ലാമിന്റെ ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു സെക്കുലറുകളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ട്. പരമാവധി സെക്കുലർ ആവണം. ഒരു മുസ്ലിമിന്റെ ഒരു അടയാള മുദ്രയും നമുക്ക് വേണ്ട, ഒരു മുസ്ലിമിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ എത്ര തന്നെ സെക്കുലർ ആയാലും, അവർ എത്ര തന്നെ ഇസ്ലാമികമായ മുദ്രകളെ എത്ര തന്നെ അവർ നീക്കം ചെയ്ത് കളഞ്ഞാലും അവരെ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് വിശ്വാസം ഉണ്ടാകുന്നില്ല. ഒരുമിച്ചിരുന്ന ഒരു സൗഹൃദത്തിന്റെ വർത്തമാനം പറയാൻ പോലും ഈ നാട്ടിലെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല. എന്താ കാരണം? അവർ സ്വീകരിക്കുന്ന ഐഡിയോളജിയുടെ പ്രശ്നമാണ്. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴിലുള്ള സംഘടനകൾ എല്ലാ വർഷവും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗഹൃദത്തിന്റെ, രാജ്യസ്നേഹത്തിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? എല്ലാ ജനുവരി 26-ന്റെ എല്ലാ സായം സന്ധ്യകളിലും ഈ നാട്ടിലെ സമസ്തയുടെ മക്കൾ ഒത്തുചേർന്നുകൊണ്ട് ആ വേദിയിൽ വിവിധ മതത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകാറുണ്ട്, വിവിധ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകാറുണ്ട്. അവരൊക്കെ കൈകോർത്തു പിടിച്ചുകൊണ്ട് 16 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കമാണ്, നമ്മൾ ഒരുമിക്കണമെന്ന്. നമ്മുടെ വെസ്റ്റ് ജില്ലയുടെ കെടിഞ്ഞ മനുഷ്യജാലിക പൊന്നാനിയിൽ നടപ്പോൾ കേരളത്തിന്റെ പ്രഗത്ഭനായ സാഹിത്യകാരൻ സുരേന്ദ്രൻ സാർ അവിടെ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തുപോവുകയാണ്. കഴിഞ്ഞ 16 കൊല്ലമായി ജനുവരി 26-ന്റെ എന്റെ മോഹം, എന്റെ താല്പര്യം SKSSFന്റെ റിപ്പബ്ലിക് ദിനത്തിലുള്ള ഈ മനുഷ്യജാലിക ഉണ്ടായിരിക്കുമെന്നതാണ്. ആ 16 കൊല്ലം എനിക്കത് മുടങ്ങിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഈ ആലിമീങ്ങളുടെ തലപ്പാവും തൊപ്പിയും ധരിച്ചിട്ടുള്ള സൂഫി മുഖങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതിൽ അവർക്ക് അഭിമാനമുണ്ട്. ഈ അഭിമാനം സൂചിപ്പിക്കുന്നത് അടുത്ത നൂറ്റാണ്ടും ഇസ്ലാമോഫോബിയ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, മുസ്ലിം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇവിടെ കലാപങ്ങളില്ലാതെ, ഇവിടെ സാമൂഹികമായ സുരക്ഷിതത്വം തകർന്നു പോകാതെ ഈ രാജ്യത്തെ, ഈ നാടിനെ, ഈ പൊതുസമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ അടുത്ത നൂറ്റാണ്ടിലേക്കും നയിക്കാൻ സാധ്യമാവുക ഇവിടെയുള്ള സുന്നി സൂഫി ഉലമ ഇന്ന് മാത്രമാണ്. അതിന്റെ സത്യസന്ധമായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നിങ്ങൾ നോക്കൂ, ഇനി നിയമപരമായി ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായ സുരക്ഷിതത്വം ഉണ്ടാക്കി കെടുക്കുന്നതിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ച ദൗത്യങ്ങൾ ചെറുതാണോ? ഒരു പണ്ഡിത സമൂഹമാണ് നിർവഹിക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും ഇസ്ലാമിക ഭരണകൂടമുള്ള പ്രദേശങ്ങളിൽ പോലും അവിടെയുള്ള പണ്ഡിതന്മാർ
പണ്ഡിതന്മാർക്ക് ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള റോളുകൾ നിർവഹിക്കാൻ കഴിയാറില്ല. പക്ഷേ കേരളത്തിന്റെ ഉലമാ, നിങ്ങൾ നോക്കൂ, സമസ്ത ഒരു സ്വകാര്യ ഏജൻസിയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ഓരോ സാധാരണക്കാരനും നൽകുന്ന വിഹിതങ്ങളെ കൊണ്ടാണ്. ആ വിഹിതങ്ങളെ സ്വീകരിച്ച് കേരളത്തിലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ, ആ പണ്ഡിത നേതൃത്വം കേവലം ഒരു വൈജ്ഞാനിക ദൗത്യം മാത്രമല്ല അവർ നിർവഹിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആലിമീങ്ങളാണ് കേരളത്തിലുള്ളത്. ലോകത്തെവിടെയും നമുക്ക് കാണുക സാധ്യമല്ലാത്ത കാര്യമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുന്ന ആലിമീങ്ങൾ. ഒരു ആലിമിന് ഏറ്റവും സുഖമുള്ള പണി എന്താണ്? ആ ആലിമിന്റെ സത്രത്തിലോ ആ ആലിമിന്റെ പർണശാലയിലോ പോയിരുന്ന്, ആ വിദ്യാലയത്തിൽ ദർസിലോ കോളേജിലോ പോയിരുന്ന് കിതാബ് ഓതി കൊടുക്കുക, ദിക്റുകൾ ചൊല്ലുക, ആത്മീയ ജീവിതം നയിക്കുക. പക്ഷേ സമസ്തയുടെ ആലിമീങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധ്യമാകാറില്ല. അവർ സാമൂഹിക പ്രതിബദ്ധതയെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിട്ട പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകളുടെ മുമ്പിൽ നിയമപരമായി മുന്നിൽ നിൽക്കാൻ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എത്ര നിയമപരമായ ഇടപെടലുകളാണ് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. മുത്തലാഖുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. ആ വിവാദത്തിൽ നിങ്ങൾ അറിയണം, ശരീഅത്തിന്റെ നിയമത്തെ പരിഗണിക്കാതെ അതിനെ ഭേദഗതി ചെയ്യണമെന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം പേരുള്ള ആളുകൾക്കിടയിൽ നിന്ന് വരെ ഉണ്ടായി. ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ആ ശരീഅത്തിന്റെ നിയമ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയത് സമസ്തയായിരുന്നു. സമസ്ത ഇന്ന് സുപ്രീം കോടതിയുടെ ആ കേസ് ഫയൽ പോലും നമ്മൾ പരിശോധിച്ചാൽ സമസ്ത VS യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആ കേസ് ഫയൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. കൃത്യമായ ഇടപെടലുകൾ നടത്തി. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ നാട്ടിൽ CAA വിവാദമുണ്ടായ സമയത്ത് മലപ്പുറത്തും അതുപോലെ കോഴിക്കോടും ഒക്കെ സമസ്ത നടത്തിയ ശരീഅത്ത് സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾ പോലും വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. ഉലമാ ഇനി ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സേവനങ്ങൾ നിർവഹിക്കാൻ കഴിയുമ്പോൾ, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ സവർണ സംവരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദമുണ്ടായ കാലത്ത് കേരളത്തിന്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രയാണം നടത്തി കോവിഡിന്റെ പ്രതികൂല സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളൊരു യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയുടെ താല്പര്യം എന്തായിരുന്നു? ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സന്തുലിതാവസ്ഥയും സുരക്ഷിതത്വവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സുരക്ഷിതത്വവും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇങ്ങനെ ഈ ഒരു മനോഹരമായ സംസ്കൃതിയെ മതപരമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായിട്ടുള്ള ഈ സൗഹൃദത്തിന്റെ ചിഹ്നങ്ങളെയൊക്കെ നിലനിർത്താൻ നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ ഉലമാഇന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. ഇത് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള കേവലം ദൈക്ഷണികമായ വ്യവഹാരങ്ങൾ മാത്രമല്ല, ഡാറ്റകളുടെ ഇസ്ലാമല്ല. ലോകത്ത് പലപ്പോഴും മതനവീകരണത്തിന്റെ ഭാഗമായി കടന്നു വന്ന ആളുകൾ ഡാറ്റ ഇസ്ലാമിനെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ ഡാറ്റ ഇസ്ലാമിനെയല്ല, നമ്മൾ തസവൂഫിന്റെ ഇസ്ലാമിനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഡാറ്റ ഇസ്ലാം കേവലം വരൾച്ചയാണ്. അതിനൊരിക്കലും ഇസ്ലാമിന്റെ റൂഹിനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തസവൂഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അൽ അഖീദതു തുഫ്ഹമു ബിൽ അഖൽ. അഖീദ, ഇസ്ലാമിക വിശ്വാസത്തെ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ലാകിൻ തുദവ്വഖു ബിൽ ഖൽബ്, അത് ഹൃദയം കൊണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ നോക്കൂ, മതപരമായി ഈമാനിന്റെ മാധുര്യത്തെ അനുഭവിക്കുവാനുള്ള വേദികളെ സജ്ജമാക്കി കൊടുക്കുക എന്നത് കേരളത്തിൽ സമസ്ത മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? മറ്റു കേരളത്തിലെ മതനവീകരണത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഡാറ്റകളെ കൊണ്ട് നിരന്തരമായി വിവരശേഖരണങ്ങൾ നടത്തിയിട്ട് ആളുകളെ വശീകരിക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷേ ഇസ്ലാമിന്റെ ഉള്ളടക്കം യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളെ വിശ്വസിക്കലാണ്. അദൃശ്യകാര്യങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞത് ഹൃദയത്തിൽ ആത്മീയതയുടെ അനുഭൂതി ഉണ്ടാകുമ്പോൾ സാധ്യമാകുന്ന ഒന്ന് മാത്രമാണ്. ഇസ്ലാമിന്റെ പേരിൽ പല രീതിയിലുള്ള അതിതീവ്രവാദങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലമാണ്. അവിടെ നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ഘടകങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈമാൻ, ഒന്ന് ഇസ്ലാം, ഒന്ന് ഇഹ്സാൻ. ഒന്ന് വിശ്വാസ കാര്യങ്ങളാണ്, മറ്റൊന്ന് കർമ്മകാര്യങ്ങളാണ്, മറ്റൊന്ന് ആത്മീയ കാര്യങ്ങളാണ്. ഇത് 3ഉം ചേരുമ്പോഴാണ് ഇസ്ലാമിന്റെ പൂർണ്ണതയുണ്ടാകുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതിനെ കുറിച്ചാണ് പറഞ്ഞത്,
ഫജഅല ദാലിക കുല്ലഹു ദീന. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയുണ്ടാകുന്നത്. ഇതിനെ മൂന്നിനെയും ഓരോ വിശ്വാസിക്കും ഇത് മൂന്നും കൃത്യമായി വൈകല്യങ്ങളില്ലാതെ വ്യതിയാനങ്ങളില്ലാതെ അനുഭവിക്കാൻ സാധ്യമാകണം. അതിന്റെ വ്യവസ്ഥാപിതമായ ഒരു മെക്കാനിസം ഇവിടെ ഉണ്ടാകണം. അതിനെ പരിചയപ്പെടുത്തിയത് സമസ്ത മാത്രമാണ്. നിങ്ങൾ നോക്കൂ, വിശ്വാസപരമായ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ. ആ അഖീദയുടെ പ്രത്യേകത എന്താണ്? അതിൽ പിന്നീട് ഭേദഗതികൾ ഉണ്ടാകില്ല. അള്ളാഹുവിനെ കുറിച്ച് 100 കൊല്ലം മുമ്പത്തെ വിശ്വാസം എന്തായിരുന്നു അതുതന്നെയാണ് ഇന്നും വിശ്വാസം. നബി തങ്ങളെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് 100 കൊല്ലം മുമ്പ് നമ്മൾ എങ്ങനെ വിശ്വസിച്ചു അതുപോലെ തന്നെയാണ് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ കേരളത്തിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ ബിദ്അഈ പ്രസ്ഥാനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞ 100 കൊല്ലത്തിൽ എത്ര ഭേദഗതികൾ ഉണ്ടായി, നബി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എത്ര ഭേദഗതികൾ ഉണ്ടായി. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ വരെ അവർക്ക് ഭേദഗതികൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അഹ്ലുസുന്നയുടെ അഖീദ എന്ന ഒരു സുരക്ഷാ ബൗണ്ടറിക്കകത്ത് നിൽക്കാതെ പോയതുകൊണ്ടാണ്. അതിനെ പരിചയപ്പെടുത്തി മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തെ കെട്ടുറപ്പാക്കി. കർമ്മപരമായ കെട്ടുറപ്പുണ്ടാകണം നമുക്ക്. അതിനുവേണ്ടിയാണ് മദ്ഹബുകളെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞത്. ആ മദ്ഹബുകളെ ഫോളോ ചെയ്യുന്ന ഇസ്ലാമിന് മാത്രമാണ് മതപരമായി ഒരു കർമ്മപരമായ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ. മൂന്നാമതായി ആത്മീയതയാണ്. ആത്മീയതയിൽ ശരിയും ശരികേടുകളുമുണ്ട്. എല്ലാ ആനന്ദങ്ങളും എല്ലാ അനുഭൂതികളും ആത്മീയതയല്ല. അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്, അവിടെയും ഒരു ബൗണ്ടറി ഉണ്ട്. അതെങ്ങനെ തീരുമാനിക്കും? അതിനൊരു വ്യവസ്ഥയുണ്ട് ഇവിടെ. ആ വ്യവസ്ഥയാണ് തസവ്വുഫ്. നിങ്ങൾ നോക്കൂ, ആത്മജ്ഞാനത്തിന്റെ മാർഗരേഖകൾ, കർമ്മകാണ്ഡത്തിന്റെ മാർഗരേഖകൾ, വിശ്വാസമണ്ഡലത്തിന്റെ കൃത്യമായ നിർണയങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഓരോ ബിദ്അഈ കക്ഷികളാകട്ടെ, അവർ ചില ആളുകൾ ആത്മീയത വേണ്ടെന്ന് പറഞ്ഞവരാണ്, ചില ആളുകൾ മദ്ഹബുകളെ ഫോളോ ചെയ്യേണ്ടെന്ന് പറഞ്ഞവരാണ്, ചില ആളുകൾ വിശ്വാസപരമായി തൗഹീദും ശിർക്കും ഇപ്പോഴും തീരുമാനമാകാതെ അങ്ങാടിയിൽ കലഹിക്കുന്ന ആളുകളാണ്. ഈ ഒരു കലഹങ്ങൾ, ഈ ആദർശപരമായ ഏറ്റുമുട്ടലുകൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? കൃത്യമായ മാർഗരേഖക്കുള്ളിൽ താമസിക്കാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത 100 വർഷത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്ക് അടുത്ത 100 വർഷത്തേക്ക് ജനങ്ങളെ, വിശ്വാസികളെ, യഥാർത്ഥ മുസ്ലിമാകണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ചേർത്തു നിർത്താൻ, അവരെ ക്ഷണിക്കാൻ നമുക്ക് കൂടുതൽ വായ്ത്താരികൾ നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ 100 കൊല്ലത്തെ ചരിത്രത്തെ മുന്നോട്ട് വെക്കുക. ആ ചരിത്രം സാക്ഷി പറയും ആരായിരുന്നു കേരളത്തിൽ ശരിയെന്ന്. ആ 100 കൊല്ലത്തെ പാരമ്പര്യ ഇസ്ലാമിന്റെ മുഖമുദ്രകളെ മുന്നോട്ട് വെച്ചാൽ ജനങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചറിയാൻ കഴിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ശരി, ഖിലാഫത്തിന് ശേഷമുള്ള ശൂന്യതയുടെ നൂറ്റാണ്ടിന്റെ ശരി ബഹുമാനപ്പെട്ട സമസ്തയായിരുന്നു എന്ന് ലോകത്തിന് പോലും പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു കൃത്യമായ സമയമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അനേകം പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ നോക്കൂ, ഇസ്ലാമോഫോബിയ വളർന്നുകൊണ്ടിരിക്കുക, മുസ്ലിം വിരുദ്ധതകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ്. വളരെ ജാഗ്രതയോടുകൂടി പാരമ്പര്യ ഇസ്ലാമിന്റെ തണലിൽ ഉലമാഇന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ നോക്കൂ, ആലിമീങ്ങളുടെയും സാദാത്തിന്റെയും സൂഫിയാക്കളുടെയും ഒക്കെ സമ്മിശ്രമായ നേതൃത്വത്തിന്റെ അനുഭൂതി അനുഭവിക്കാൻ സാധ്യമായവരാണ് നമ്മൾ. ആ അനുഭൂതിയുടെ തണലിൽ തന്നെ നിൽക്കാൻ, ആ അതോറിറ്റിക്കു കീഴിൽ തന്നെ നിൽക്കാൻ നമുക്ക് സാധ്യമായാൽ അടുത്ത 100 വർഷവും ആദർശപരമായ ജൈത്രയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇവിടെ സമസ്തക്ക് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രതികൂലമായ ഘട്ടങ്ങൾക്കിടയിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലുകൾ, ആ ഇടപെടലുകളെ അള്ളാഹു തആല വർദ്ധിച്ച സവാബോടുകൂടി നാളെ നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ ഉലമാഇന്റെ കൂടെ, സമസ്തയുടെ ആലിമീങ്ങളോടുകൂടെ, മഹാന്മാരായ അഹ്ലു ബൈത്തിലെ ആത്മീയ ജ്യോതിസ്സുകളായിട്ട് നക്ഷത്രങ്ങളോടുകൂടെ, അതുപോലെ സൂഫി രത്നങ്ങളോടുകൂടെ നാളെ ആഖിറത്തിൽ നമുക്ക് ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ മദദ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമ്മേളനം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പുനരാരംഭിക്കും.